رسول الله وعلى آله وصحبه أجمعين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فاتقوا الله عباد الله اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. ചുരുങ്ങിയ സമയം മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. വളരെ ശ്രദ്ധിക്കേണ്ട, കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. സൂറത്തു തക്കാസുർ വരെ അൽഹംദുലില്ലാ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തത് സൂറത്തുൽ അസ്ർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ സൂറത്ത് അതേപോലെ സൂറത്തുൽ ഖദർ, വൽ ഫജ്ർ എന്നെല്ലാം അവസാനിക്കുന്ന റായില് സുക്കൂൻ. അതല്ല എങ്കിൽ ഒന്നുകൂടി വ്യക്തമായി പറയണമെങ്കിൽ അറബി ഭാഷയില് രണ്ട് സുക്കൂന് അടുപ്പിച്ച് വരില്ല. രണ്ട് സുക്കൂൻ അടുപ്പിച്ച് വരില്ല. ഒരുമിച്ച് രണ്ട് സുക്കൂൻ വരുന്ന സന്ദർഭങ്ങളില് അറബി ഭാഷയില് എങ്ങനെങ്കിലും അതിലൊരെണ്ണത്തിന് എന്താക്കിയിട്ടുണ്ടാവും, ഹർക്കത്താക്കി മാറ്റിയിട്ടുണ്ടാവും. മിൻ അൽ ജിന്നത്തി എന്നാണ് ശരിക്ക്, മിൻ അൽ ജിന്നത്തി. അപ്പൊ ഒന്നാമത്തെ മിന്നും അൽ ജിന്നത്തി എന്നുള്ള അവിടുത്തെ സുക്കൂനും കൂടിയും ചേർന്ന് വന്നതിന്റെ പേരില് മിന്നുള്ള നൂനിന്റെ സുക്കൂനെ ഫത്തഹാക്കി മിനൽ ജിന്നത്തി, മിനൽ ജിന്നത്തി വന്നാസ്നാക്കി. അതേപോലെ രണ്ട് സുക്കൂൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, അടുപ്പിച്ച് അറബി ഭാഷയിൽ വരില്ല. പക്ഷേ ഖുർആനില് വഖഫ് ചെയ്യുന്ന സമയത്ത്, നിർത്തുന്ന സമയത്ത് രണ്ട് സുക്കൂന്, ഈ ഒരു സന്ദർഭത്തിലാണ് രണ്ട് സുക്കൂന് ഒരുമിച്ച് വരിക. അപ്പൊ ഇവിടെ വൽ അസ്ർ എന്നുള്ളിടത്ത് സ്വാദിന് സുക്കൂനാണ്, റായിനും നിർത്തുമ്പോ സുക്കൂനാണ്. നിർത്തുമ്പോൾ നമ്മൾ എന്തായാലും സുക്കൂൻ കൊടുക്കണമല്ലോ. അപ്പൊ ഇവിടെ ഓതുന്നതില് പല ആളുകളും പല രൂപത്തിൽ ഓതാറുണ്ട്. ചില ആളുകൾ ആ അസ്റിന്റെ സുക്കൂനെ ഫത്തഹായി പറയും, വൽ അസ്ർ, വൽ അസ്ർ ഒരു ഫത്തഹിലേക്ക് പോകാറുണ്ട്. അത് ആ ഹർക്കത്തിൽ വരുന്ന മാറ്റമാണ്, തെറ്റാണ്, അബദ്ധമാണ്. അതേപോലെ ചില ആളുകള് എന്താണ് ഇവിടെ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എന്നിട്ട് വൽ അസ് ഇത്ര മാത്രം പറഞ്ഞു നിർത്തും. റാ കിട്ടൂല, റോ ഉണ്ടാവില്ല. അത് കൂടുതലും ശ്രദ്ധിക്കുക. ഹിഫ്ദ് പഠിച്ച ആളുകൾ വരെ ഓതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധപ്പെടാനുള്ള തെറ്റാണ്. വൽ അസ്, റാ എവിടെ? റാ ഇല്ല. ഇതെന്താണ് ചെയ്യേണ്ടത്? ഇതെങ്ങനെയാണ് ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത്? അറബി ഭാഷയില് ഓരോ അക്ഷരത്തിനും സുക്കൂന് വരുന്ന സമയത്ത് കൊടുക്കേണ്ട അളവുണ്ട്, സമയക്രമുണ്ട്. അസ്മിനത്തുൽ ഹുറൂഫ് എന്ന് പറയും. അത് അറിയുന്നവര് അടിച്ചു നോക്കിയാൽ കിട്ടും നെറ്റിൽ. ഓരോ അക്ഷരത്തിനും സുക്കൂൻ കൊടുത്താൽ ഓരോ അക്ഷരവും അതിനനുസരിച്ച് ആ അക്ഷരത്തിന് സുക്കൂന്റെ ദൈർഘ്യവും കൂടും. ഇപ്പൊ സീനിന് കൊടുക്കേണ്ട അളവല്ല ദാലിന് കൊടുക്കേണ്ടത് സുക്കൂൻ വന്നാൽ. വസിൽ എന്ന് പറയുമ്പോ സീനിന് കൊടുക്കേണ്ട അളവല്ല. ഇനി അൽഹംദു എന്ന് പറയുമ്പോൾ മീമിന്റെ സുക്കൂന് കൊടുക്കേണ്ടത്. വ്യത്യാസമുണ്ട്, ഇത് രണ്ടും വ്യത്യാസമുണ്ട്. 3 മർത്തബയായിട്ട് തിരിച്ചിട്ടുണ്ട് അങ്ങനെ അക്ഷരങ്ങള. അത് സിഫത്ത് എന്ന് പറയുന്ന അക്ഷരങ്ങളുടെ സിഫത്തുകൾ പഠിക്കുന്നിടത്ത് പഠിക്കണേണ്. അത് പിന്നീട് പഠിച്ചാൽ മതി ഇൻഷാ അല്ലാഹ്. ഞാൻ എന്തായാലും ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മള് പ്രാക്ടീസ് ചെയ്യേണ്ടത്, ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാല് വൽ അസ്ർ, സ്വാദ് ഈ പറഞ്ഞ അളവ് ദൈർഘ്യം ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ട അക്ഷരങ്ങളിൽ പെട്ട അക്ഷരമാണ് സ്വാദ്. അപ്പൊ ഇതെന്ത് ചെയ്യണം? വൽ അസ് കുറച്ച് സമയം കൂടുതൽ കൊടുത്ത് നിർത്ത. സ്വാദിന പരിശീലിക്കേണ്ട എങ്ങനെയാണ്? വൽ അസ് ഈ സമയം കുറച്ച് കൂടുതൽ കൊടുക്കുമ്പോൾ നമുക്ക് അടുത്ത റോ പറയാൻ സമയം കിട്ടും, സുക്കൂനുള്ള റോ പറയാൻ സമയം കിട്ടും. വൽ അസ്ർ, വൽ അസ്ർ. ഈ റാനെ കിട്ടണം. റാ പറയാതെ പോയാൽ ഒരക്ഷരം ഖുർആനിൽ നിന്ന് കളയാണ്, അർത്ഥത്തിൽ വ്യത്യാസം വരും. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കേണ്ടത്? റാ പറയുന്ന സമയത്ത് നാവ് മോണേമലാണ് മുട്ടേണ്ടത്. അപ്പൊ മോണേമൽ നാവ് മുട്ടുന്നില്ല എങ്കിൽ റാ പോയി. നാവ് മോണേമൽ മുട്ടണം.
ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞത്. സ്വാദിന്റെ സുക്കൂൻ കുറച്ച് കൂടുതൽ സമയം കൊടുത്ത് പ്രാക്ടീസ് ചെയ്യാം. കുറച്ച് കൂടുതൽ കൊടുത്തോ പ്രാക്ടീസിന് വേണ്ടി. പക്ഷെ അതിനൊരു പരിധി ഉണ്ട്. നമ്മൾ പ്രാക്ടീസ് ചെയ്തത് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അളവിനൊന്ന് കുറക്കണം. ചെറിയ മൈന്യൂട്ടായ വ്യത്യാസമേ ഉള്ളൂ അളവില്, പക്ഷെ എന്നാലും മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, വൽ ആസ് എന്ന് പറഞ്ഞു നിർത്തരുത്. ആ റാഇന്റെ മഖ്റജ് എവിടെയാണോ നാവ് മുട്ടേണ്ടത് ആ മോണേമിൽ മുട്ടണം. വൽ ആസ് അവിടെ നിൽക്കണം നാവ്. വൽ ആസ് നാവ് അവിടെ വന്ന് നിൽക്കണം. അതേപോലെ തന്നെ അടുത്ത ആയത്തും ഇന്നൽ ഇൻസാന, ഇതൊക്കെ മണിക്കാനുണ്ട്. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ആവർത്തിക്കണില്ല. ശബ്ദമുള്ള നൂനാണ്, പിന്നെ സുക്കൂനില്ലാത്ത നൂനാണ്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്. ആ സീനും ശബ്ദം കൂടുതൽ കൊടുക്കേണ്ട, ദൈർഘ്യം കൂടുതൽ കൊടുക്കേണ്ട അക്ഷരങ്ങളിൽ പെട്ടതാണ് സുക്കൂൻ. ഖുസ്ർ ഖുസ്ർ അവിടെ നിൽക്കണം. അല്ലാണ്ട് ഖുസ് പലരും ഒന്നും അങ്ങനെ കേൾക്കണം. വൽ അസ്ർ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. റായ എവിടെ? റായില്ല. വൽ ഫജ്ർ അത്രയും കേൾക്കുമല്ലോ. വൽ ഫജ്ല വൽ ഫജ്ർ അറാന കിട്ടണം. ശരി, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഖുർആൻ ഹിഫ്ള് പഠിച്ചവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ശരി, ഹിഫ്ള് പഠിച്ചവരുടെ ഭാഗത്തുനിന്ന് ഈ മിസ്റ്റേക്ക് ഒരിക്കലും വരാൻ പാടില്ലാത്തതാണ്. എന്തായാലും ഒന്ന് ഓതി നോക്കാം ഇൻഷാ അല്ലാഹ്. ഈ പറഞ്ഞ രണ്ടായത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. അടുത്ത ആയത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വതവാസൗ എന്ന് പറയുന്നവരുണ്ട്. വതവാസൗ സീനല്ല സ്വാദാണ്. വതവാസൗ സൗ വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ബിസ്സബ്ർ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സീനിന് കൊടുക്കേണ്ട അളവല്ല ബാഇന് സുക്കൂൻ വന്നാ കൊടുക്കേണ്ടത്. സീനിന് കൊടുക്കുന്ന അത്രയും കൊടുക്കില്ല. ഹുസ് എന്ന് പറഞ്ഞതുപോലെ ബാഇന്റെ സുക്കൂൻ അത്രയും സമയം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞു നോക്കിയേ. ഹുസ് എന്ന് എനിക്ക് ശ്വാസം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന സമയം അത്രയും എനിക്ക് സീനിന്റെ മഖ്റജ് മദിന ആ ശബ്ദത്തിൽ തുടരാ പറ്റും. ശ്രമിച്ചാൽ ശ്വാസം എത്ര പറ്റുന്നോ അത്രയും പറ്റും. ഹുസ് ഇങ്ങനെ പോവും. ബാ എന്ന് പറ്റുമോ? ബാ ഒന്നും അങ്ങനെ പറഞ്ഞു നോക്കിയേ. സ്വബ് കഴിഞ്ഞ് പിന്നെ എന്ന് പറയാം. സ്വബ് എന്ന് പറയാം. പറയാൻ പറ്റും. ബാഇന്റെ ആ ഉച്ചാരണത്തോടു കൂടി നിർത്താൻ പറ്റൂല നമുക്ക്. ഹുസ് എന്ന് നിർത്തുന്ന പോലെ സ്വബേന്നേ പറ്റുള്ളൂ. ആ ചുണ്ട് വിടുന്നതോടി ബാ കഴിഞ്ഞ്. അപ്പൊ ബാഇന് സുക്കൂൻ വന്നാൽ സീനിനും സ്വാദിനും സുക്കൂൻ വരുന്ന അത്രയും സമയം കൊടുക്കേണ്ട ആവശ്യമില്ല. കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് എന്താണ് പണ്ഡിതന്മാർ പറയണത്? കൊടുക്കാൻ പറ്റൂല. അതാണ് സുക്കൂന് ബാഇന് സുക്കൂൻ വന്നാൽ അത്രയും സമയം കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ എങ്ങനെ കൊടുക്കണുള്ളൂ? ചുണ്ട് മുട്ടിക്ക വിട, ഇത്രേ ഉള്ളൂ. സ്വബ് അതോടുകൂടി ബാ കഴിഞ്ഞു. അപ്പൊ പിന്നെ റായ ആ വിടുന്നതോടൊപ്പം തന്നെ റാ പറയാൻ വേണം. സ്വബ് അധികം നീട്ടാനും പാടില്ല. ചുണ്ട് മുട്ടിക്ക വിട. സ്വബർ സ്വബർ ആ റാനെ കിട്ടാൻ വേണം. സ്വബ് എന്ന് പറഞ്ഞാൽ നിർത്തരുത്, റാ കിട്ടാൻ വേണം. ശരി, ആയത്തൊന്നും അതാ. إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. അടുത്ത സൂറത്തുൽ ഹുമസ. വൈലുല്ലി നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ പറഞ്ഞ നിയമമാണ്. തൻവീം വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത അക്ഷരം ലാമാണെങ്കിൽ ലുൻ എന്ന് പറയില്ല, ലുൽ എന്ന് പറയുള്ളൂ. വൈലുൽ വൈലുൽ. പിന്നെ അടുത്ത കസറുള്ള ലാം. ഈ രണ്ട് ലാമും കൂടി ചേർന്നത് കൊണ്ടാണ് ഷദ്ദുള്ള ലാമായി മാറിയിട്ട് ആ ലാമിന് ലികുല്ലി എന്നുള്ള ലി എന്നതിന്റെ മുകളിൽ ഷദ്ദ് കാണുന്നത്. ലികുല്ലി ഹുമസത്തിൻ എന്നും പറയൂല. അതും
തിൽ എന്നാക്കണം. ഹുമസത്തിൽ ലുമസ, ആ താന ഹ് ആക്കി വഖഫ് ചെയ്യണം. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. അടുത്ത് അല്ലദീ ജമഅ മാലൻ വ, അത് ശ്രദ്ധിക്കണം. മാലൻ വ എന്ന് പറയുമ്പോൾ ചുണ്ടു കൂർപ്പിക്കണം, അവിടെ മണിക്കണം, പക്ഷെ ചുണ്ടു കൂർപ്പിച്ചാണ് മണിക്കേണ്ടത്. മാലൻ വ, മാലൻ വ, അത് മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ ആയത്തിൽ. അല്ലദീ ജമഅ മാലൻ വഅദ്ദദഹ. കൂട്ടത്തില് ഹാഫിദോട് കൂടി ഉള്ളത് കൊണ്ട് ഒരു കാര്യം ഉണർത്തട്ടെ. ഈ വഅദ്ദദ എന്ന് പറയുന്ന സമയത്ത് ദാല് പറയുമ്പോൾ ഖുർആൻ പഠിച്ചവരിൽ നിന്ന് വരെ കേൾക്കുന്ന ഒരു മിസ്റ്റേക്കാണ്. ദാല് പറയുമ്പോൾ ഒരു കാറ്റിന്റെ ശബ്ദം വരാറുണ്ട്. മാലിക്കി യൗമിദ്ദി, ധി ഇങ്ങനെ വരാൻ പാടില്ല. ദാലിന് കാറ്റ് വരൂല. മാലിക്കി യൗമിദ്ദി, ദി വഅദ്ദ, അല്ല വഅദ്ദ, കാറ്റ് വരരുത്. ഈ വഅദ്ദയില് വരില്ലെങ്കിലും ഫാത്തിഹയില് ഓതുന്ന സമയത്ത് ഇമാമുക്കുന്ന സമയത്തൊക്കെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. മാലിക്കി യൗമിദ്ദി, ധി, ഈ കാറ്റ് വരരുത്. യൗമിദ്ദി, 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 ധി, കാറ്റ് വരാൻ പാടില്ല. ദാലിന് കാറ്റ് വരുന്ന ഒരു അക്ഷരമല്ല ദാല്. ശരി, അടുത്ത ആയത്ത് യഹ്സബു. മാലഹു, അവിടെ ആ മാലഹു എന്നുള്ള ചെറിയൊരു മദ്ദാണ്. നമ്മൾ പറഞ്ഞത് മദ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ആ മദ്ദിന്റെ ചിഹ്നം അത് ചെറുതാണ് ഇട്ടിട്ടുള്ളെങ്കിലും നീട്ടുന്നത് അതേപോലെ തന്നെ നീട്ടണം. യഹ്സബു അന്ന മാലഹു അഖ്ലദഹ. അടുത്തത് ലയുംബദന്ന എന്നുള്ള വേർഡ് ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഈ പറയുന്ന ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കാൻ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ഒന്ന് റൗണ്ട് ചെയ്യണം. അല്ലെങ്കിൽ ഇത് ക്ലാസ് കേട്ട് വീട്ടിൽ ചെന്ന് തുറന്നു നോക്കിയാൽ ഒന്നും മനസ്സിലാവും, ഒന്നും ഓർമ്മയിലുണ്ടാവില്ല. 1 മണിക്കൂർ കഴിഞ്ഞ് ചോദിച്ചാൽ തന്നെ ഓർമ്മയിലുണ്ടാവണമെന്നില്ല. 10 കാര്യങ്ങൾ പറഞ്ഞാൽ 2 കാര്യം ഓർമ്മയിലുണ്ടാവുള്ളൂ. ലയുംബദന്ന എന്നുള്ളതിന് ലയുൻ എന്നാണ്, നൂനാണ് ശരിക്കും അവിടെ. പക്ഷെ ആ നൂനിന്റെ മുകളിൽ ഒരു മീം ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ വാല് അടിയിലേക്കായിട്ടുള്ള മീം, വാല് ചെരിഞ്ഞു നിൽക്കുന്ന വേറെ മീമുണ്ട് ഖുറാനില്. അത് നിർബന്ധമായിട്ട് നിർത്തേണ്ട സ്ഥലങ്ങളിലാണ് അങ്ങനത്തെ മീം കാണാം. വാല് ഇങ്ങനെ ചെരിഞ്ഞിട്ടുണ്ടാവും. ഇത് വാല് അടിയിലേക്കാണ്. മീമിന്റെ വാല് അടിയിലേക്കായിട്ടുള്ള മീം ഇങ്ങനെ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ ആ മീമാണ് ഉച്ചരിക്കേണ്ടത്. ലയുൻ എന്നാണ് ശരിക്ക് അസുല്. പക്ഷെ ആ നൂന് പറയൂല, അതിന് പകരം ആ മീമിനെ ഉച്ചരിക്കണം എന്നറിയിക്കാൻ വേണ്ടിയാണ് ആ മീം ഇട്ടേക്കണത്. ലയും, ലയും, പിന്നെ അടുത്ത ബ, അവിടെ മണിക്കാൻ വേണം. സുക്കൂനുള്ള മീമിന് ശേഷം ബ വന്നാല് മണിക്കണം. സുക്കൂനുള്ള മീമിന് ശേഷം ബ വന്നാല് മണിക്കണം. ശരി. കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമഹ. وما أدراك ما الحطمة. نار الله الموقدة. ഇനി അടുത്ത ആയത്ത് ശ്രദ്ധിക്കാം. പല ആളുകളും ഇത് ഓതുന്നതിന് നല്ല വ്യത്യാസം വരാറുണ്ട്. തത്വലിഉ ഒരു ഐനാണ്, ദമ്മുള്ള ഐൻ. പിന്നെ അടുത്തത് ഫത്ഹുള്ള ഐനാണ്. ഈ 2 ഐനിനെ കൂട്ടിക്കുഴച്ചാണ് ഓതാറ് പലരും. തത്വലിഉ അലൽ, തത്വലിഉ അലൽ. ഒന്നിലെ രണ്ടാമത്തെ ഐന് ഹംസയും തത്വലിഉ അലൽ. അതല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഒരൊറ്റ ഐനാക്കി ഓതും. ഈ 2 ഐനും ക്ലിയർ ആയിട്ട് കിട്ടണം. ഒന്ന് ദമ്മുള്ള ഐനാണ്, ആ ദമ്മും ക്ലിയർ ആവണം. അടുത്തത് ഫത്ഹുള്ള ഐനാണ്, ആ ഫത്ഹും ക്ലിയർ ആവണം. തത്വലിഉ അലൽ, തത്വലിഉ അ, തത്വലിഉ അ. ഇത് കുഴഞ്ഞു പോകരുത്. ചുരുക്കി പറഞ്ഞാല് ദമ്മുള്ള ഐന് പറയണ സമയത്ത് ചുണ്ട് കൂർക്കാൻ വേണം. ഫത്ഹുള്ള ഐന് പറയണ സമയത്ത് ചുണ്ട് ബേക്കോട്ട് വരാൻ വേണം. തത്വലിഉ അലൽ, തത്വലിഉ അലൽ അഫ്ഇദ.
ശ്രദ്ധിക്കണം, ഇത് കുഴഞ്ഞു പോയാൽ അർത്ഥം മാറും, നിസ്സാര മിസ്റ്റേക്ക് അല്ല. വമാ അദ്റാക്കാന്നുള്ളത് ഒരാൾ, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ വമാ അദ്റാക്കാന്നുള്ളത് നീട്ടിയില്ലെങ്കിലും അർത്ഥം മാറൂല. ലഹ്നുൻ ഖഫിയാൻ. ഇത് ഇവിടെ ഈ ഐന് കുഴഞ്ഞു പോയാൽ അർത്ഥം വ്യത്യാസം വരും. ശരി. അല്ലതീ തത്വലിഉ അലൽ അഫ്ഇദ. അടുത്ത ആയത്ത് അലൈഹിമ്മു എന്നുള്ളത് മണിക്കണം, പിന്നെ ഇന്നാന്നുള്ള മണിക്കണം എന്നുള്ളത് എന്തായാലും കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, പ്രത്യേകിച്ച് വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ടതില്ല. ഇന്നഹാ അലൈഹിം മുഖ്സദഹ്. ഫീ അമദിൻ മുമദ്ദദഹ്. അടുത്ത സൂറത്ത് സൂറത്തുൽ ഫീൽ. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. ഒന്നുകൂടിയും ആവർത്തിക്കുകയാണ്. ഇന്നലെ പറഞ്ഞ നമ്മള് റബ്ബു എന്ന് ചുണ്ട് പൊട്ടരുത്, റബ്ബു അത്രേ ഉള്ളൂ. റബ്ബു പൊട്ടിക്കേണ്ട ആവശ്യമില്ല, ഒരു കാറ്റ് പുറത്തേക്ക് വരേണ്ട ആവശ്യമില്ല. അടുത്ത് അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. വഅർസല അലൈഹിം طيرا അബാബീൽ. ഇവിടെ പൊതുവെ സാധാരണക്കാർ ഓടുന്ന സമയത്ത് വരാനുള്ള ഒരു മിസ്റ്റേക്കാണ് സോയായി പോകാറുണ്ട്. എല്ലാവർക്കും അല്ല, പക്ഷെ ശ്രദ്ധിക്കണം. ഞാൻ ഈ മിസ്റ്റേക്കുകൾ പറയണത് ഒരു പക്ഷെ നിങ്ങളിലില്ലെങ്കിലും വേറൊരാൾ ഓതുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ശ്രദ്ധിച്ച് തിരുത്തി കൊടുക്കാൻ പറ്റും. പൊതുവെ വരുന്ന സാധാരണക്കാരിൽ വരുന്ന മിസ്റ്റേക്കാണ്. സാധാരണ ഇവിടെ ഇത് സോദാക്കി പറയാൻ കാരണം അതിന് മുമ്പത്തെ തഫ്ഹീമാക്കി ശബ്ദം ഉയർത്തി പറയേണ്ട അക്ഷരായതിന്റെ പേരിൽ ആ ഉയർത്തല്, ശബ്ദം ഉയർത്തല് ഇപ്പുറത്തെ സീനിനെയും കൂടി ബാധിച്ച് സ്വാദായി പോകാറുണ്ട്. സായിരിക്കണം, വഅർസല അലൈഹിം طيرا അബാബീൽ. ബിഹിജാറത്തിൻ മി എന്നുള്ളത് മണിക്കണം, മിൻ സിജ്ജിൽ എന്നുള്ളത് മണിക്കണം, തർമീഹിം എന്നുള്ളത് മണിക്കണം. 3 സ്ഥലത്ത് മണിക്കാണ്ട് ആയത്തിൽ. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജിൽ. ഫജഅലഹും ഐന് ക്ലിയർ ആക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹംസയും കാസ്ഫിൻ കാസ്ഫിന്നാവും. കാഫ് കഴിഞ്ഞിട്ട് ഐനാണ്. പിന്നത്തത് സ്വാദുമാണ്, അത് സീനാവാൻ പാടില്ല. ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. അടുത്ത സൂറത്ത് ഖുറൈശ്. ഈ സൂറത്തിന്റെ പേര് പറയുമ്പോൾ പൊതുവെ ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാ സൂറത്തിന്റെ പേരിന്റെ കൂടെയും അലിഫ്ലാം ഉണ്ടാവില്ല. സൂറത്ത് ഇവിടെ നോക്കിയേ, സൂറത്തുൽ ഖുറൈശ് എന്ന് പറയൂല, സൂറത്തു ഖുറൈശാണ്. പലരും സൂറത്തുൽ അബസ എന്ന് പറയും. സൂറത്തുൽ അബസില്ല, സൂറത്തു അബസൻ. അപ്പൊ എല്ലാ സൂറത്തിന്റെ കൂടെയും അലിഫ്ലാം ഉണ്ട് എന്ന് വിചാരിക്കരുത്. ചില സൂറത്തുകളുടെ കൂടെ പേരിൽ അലിഫ്ലാം ഇല്ല, അത് മനസ്സിലാക്കണം. ശരി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഇലാഫി ഖുറൈശ് إيلافهم رحلة الشتاء والصيف
فليعبدوا رب هذا البيت. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ ഈ സൂറത്ത് നോക്കിയേ, അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ, പിന്നെ തൊട്ട് മുമ്പത്തെ അക്ഷരം യാ ആണ്, യാഇന് സുക്കൂനാണ്, അതിന് മുമ്പത്തെ അക്ഷരം ഫത്തഹാണ്. ശരി, ശ്രദ്ധിക്കണം. അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ, അതിന്റെ തൊട്ട് മുമ്പത്തെ അക്ഷരം സുക്കൂനുള്ള വാവോ സുക്കൂനുള്ള യാഓ. ക്ലിയർ അല്ലേ? അവസാനത്തെ അക്ഷരം സുക്കൂൻ, അതായത് നിർത്തുന്ന അക്ഷരം സുക്കൂൻ, അതിന് മുമ്പത്തെ അക്ഷരം സുക്കൂനുള്ള വാവോ സുക്കൂനുള്ള യാഓ, അതിന് മുമ്പത്തെ അക്ഷരം ഫത്തഹ്. ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ പെട്ടെന്ന് നിർത്തരുത്. അവിടെ ഒരു മദ്ദുണ്ട് കുറച്ച് കൂടുതൽ. ഇപ്പൊ നമ്മൾ നോക്കിയേ, ഇങ്ങനെയാണ് നിർത്തിയത് നമ്മൾ ഓതിപ്പ. അതാരും നിർത്തൂല, പക്ഷെ ഇതിന്റെ നിയമം മനസ്സിലാക്കണം. ലിഈലാഫി ഖുറൈശ് അങ്ങനെ നിർത്തിയില്ല എല്ലാരും. ഖുറൈശ് റഹീം എന്നൊക്കെ പറഞ്ഞ പോലെ ഖുറൈശ് എന്ന് നിർത്തിയില്ലല്ല. വൽ അസുർ എന്ന് പറഞ്ഞ പോലെ നിർത്തിയില്ലല്ലോ. ഖുറൈശ് ആ യാഇനൊന്ന് കുറച്ച് നീട്ടണം. അവസാനത്തെ ആയത്തില് ഖൗഫ് ആ വാവിനൊന്ന് കുറച്ച് നീട്ടണം. ഇത് ഒരു തരം മദ്ദാണ് തജ്വീദിലുള്ള. എങ്ങനെയാണ് നിയമം? എന്താണ് നിയമം മനസ്സിലാക്കണം. അവസാനം നിർത്തുന്ന അക്ഷരം സുക്കൂൻ, നിർത്തുന്ന അക്ഷരം അങ്ങനെ തന്നെ മനസ്സിലാക്കുക. ഇത് കൂട്ടിയതിൽ ആ മദ് ഉണ്ടാവില്ല. ലിഈലാഫി ഖുറൈശിൻ ഈലാഫിഹിം നോദൂല. കൂട്ടി ഒതുമ്പോൾ ആ മദ്ദില്ല. ലിഈലാഫി ഖുറൈശിൻ ഈലാഫിഹിം നോദുള്ളൂ. നിർത്തുന്ന സമയത്ത് വരുന്ന മദ്ദാണിത്. നിർത്തുന്ന അക്ഷരം സുക്കൂൻ, അതെന്തായാലും അങ്ങനെ തന്നെയാണല്ലോ. നിർത്തുന്ന അക്ഷരം സുക്കൂൻ, അതിന് തൊട്ട് മുമ്പത്തെ അക്ഷരം സുക്കൂനുള്ള വാവോ യാഓ ആണ്. വേറെ ഏത് അക്ഷരമായാലും നിയമമില്ല. സുക്കൂനുള്ള വാവോ യാഓ ആവണം, പോരാ. അടുത്ത കണ്ടീഷൻ, അതിന് മുമ്പത്തെ അക്ഷരം ഫത്തഹ ആവണം. കസറോ ഗമ്മോ ആയാലും ഉണ്ടാവൂല. അതിന് മുമ്പത്തെ അക്ഷരം ഫത്തഹ ആകണം. ഇങ്ങനെയാണെങ്കിൽ അത് കുറച്ചധികം നീട്ടി നിർത്താൻ പാടുള്ളൂ. അടുത്ത കാര്യം, ഈ ആയത്തില് റബ്ബ ഹാദൽ ബൈത്ത്, ബൈത്ത് ഈ താഇന് ഒരു പ്രത്യേകത ഉണ്ട് അറബിയില്. മലയാളത്തിലോ ഇംഗ്ലീഷിലോ താ പറയുമ്പോഴൊന്നും കാറ്റ് വരണമെന്നില്ല. അറബിയില് താക്ക് ചെറിയൊരു കാറ്റുണ്ടാവും. ബൈത്ത് എന്ന് പറഞ്ഞ നാവ് മുട്ടൂലേ മോളില് മോണേമ. ബൈത്ത് ഒന്ന് പറഞ്ഞു നോക്കിയേ, ബൈത്ത്. ഇങ്ങനെ പറഞ്ഞ് മുട്ടുന്ന സമയത്ത് നമ്മളെ നാവിന്റെ പുറകിൽ ചെറിയൊരു എയർ ഇങ്ങനെ വരുന്നുണ്ട്. എയർ, ആ എയറിനെ അങ്ങോട്ട് പുറത്തേക്ക് വിട്ടു കൊടുക്കണം. ബൈത്ത് ബൈത്ത് ആ എയർ മാത്രം. ഇത് ഓവറാക്കും ചില ആളുകൾ നമസ്കരിക്കുമ്പോ. ജുമാക്കൊക്കെ ആണെങ്കിൽ പല ആളുകളും നമ്മള് അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്, അവരെ വക ഒരു കാറ്റ് പുറത്ത് കൂടുതലായിട്ട് ഖുലിഖത് കൂടുതലായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ നാവ് മുട്ടുന്ന സമയത്ത് പുറകിൽ എത്ര എയർ വന്ന് നിൽക്കുന്നു ആ എയർ പുറത്ത് കിട്ടാൽ മതി. നമ്മുടെ വക ഇനി കുറച്ചും കൂടി കൂടുതൽ എയർ വിട്ട് അതൊരു ചാ പോലെയൊക്കെയാവും ചിലവർ പറയുന്നത്. ചായയിലേക്ക് വരെ എത്തുന്ന അവസ്ഥയിലാവും. അങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല. ആ എയർ പുറകിൽ വന്ന് നിൽക്കുന്ന എയർ എത്രയുണ്ടോ ആ എയർ വിട്ടുകൊടുക്കാനുള്ള ഒരളവിൽ മാത്രം കാറ്റ് പുറത്ത് കിട്ടാൻ മതി. ശരി, അടുത്ത ആയത്ത് الذي أطعمهم من جوع وآمنهم من خوف. പറഞ്ഞ നിയമങ്ങൾ തന്നെ ഉള്ളൂ, അതുകൊണ്ട് കൂടുതൽ ആവർത്തിക്കുന്നില്ല. മണിക്കേണ്ട ഭാഗത്തൊക്കെ ഞാൻ ഓതിയപ്പോൾ മണിച്ചിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മനസ്സിലാക്കണം. അടുത്ത സൂറത്ത് സൂറത്തുൽ മാഊൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറഅയ്ത അല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. ശ്രദ്ധിക്കണം, ബിദ്ദി കാറ്റ് വരരുത്. അടുത്ത് فذلك الذي يدع اليتيم. ഇത് ശരിക്കും ശ്രദ്ധിക്കണം. ഇത് അർത്ഥം മാറിപ്പോകുന്ന രൂപത്തിലുള്ള ഒരു മിസ്റ്റേക്കിലേക്ക് ഒരു ഇതെത്തും. പല ആളുകളും ഓതുന്നത് യദു ഉൽ യതീം എന്നാണ്. യദു ഉൽ, യദു ആദ്യത്തെ ഐന് പറയും, പിന്നത്തെ ദൊമ്മുള്ളത് പറയണത് ഹംസയാണ്. പല ആളുകൾ ഇപ്പൊ ഓതിയപ്പോ വരെ കേട്ടത് അങ്ങനെ തന്നെയാണ്. യദു ഉൽ അല്ല, യദു ആദ്യത്തത് ഐനാണ്, രണ്ടാമത്തതും ഐനാണ്. യദു യദു പിന്നെ അതും നാവ്
എന്ത് ഹംസയിലേക്ക് ആ ബലം കൊടുക്കരുത്, ഹംസയിലേക്ക് പോകരുത്. യദുഉൽ ഐൻ തന്നെയാണ്. നേരെ മറിച്ച് യദുഉൽ എന്ന് പറയുമ്പോ ഹംസയില് ഹംസയാണ്. പല ആളുകളും ഹാഫിളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. യദുഉൽ എന്നാണ് പറയേണ്ടത്, ഐനുമ തന്നെ നിക്കണം നാവ്. ശബ്ദുള്ള ഐനാണ്. നേരെ മറിച്ച് യദുഉൽ എന്ന് പറഞ്ഞാല് ഒരു ഹംസയാണ്. രണ്ടാമത്തെ ഐൻ, ആദ്യത്തെ സുക്കൂനുള്ള ഒരു ഐന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞ ഹംസയാണ്. ഹംസയിലേക്ക് പോകരുത്. യദുഉൽ തൊണ്ടക്കും നാവിങ്ങനെ ഇടയിൽ ഇങ്ങനെ നിക്കണം, ശബ്ദം തൊണ്ട ഞെരിങ്ങി നിക്കണം. പ്രാക്ടീസ് ചെയ്യേണ്ട വിഷയമാണ്. പ്രാക്ടീസ് ചെയ്താൽ എളുപ്പമാണ്. ശ്രദ്ധിക്കണം, ഐനായിട്ട് തന്നെ വരണം രണ്ടാമത്തത്, ഹംസയിൽ പോകരുത്. ഒന്നുകൂടി ഓതാ. ഫദാലികല്ലദീ യദുഉൽ യതീം വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. സൂറത്തുൽ കൗസർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ കൗസറല്ല, സീനിന്റെ ശബ്ദം വരരുത് ട്ടാ, എന്നുള്ള ശബ്ദം വരരുത്. ഇപ്പോഴും കേട്ടതുപോലെ ഉണ്ട്. ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ഷാനി. ഇവിടെ ശ്രദ്ധിക്കണം സാധാരണക്കാരൻ. ഷാനി അക്കാണ്, ഷാനി ഹംസ. ഇത് നമ്മ ചെറുപ്പം മുതലേ മദ്രസയിൽ ഇങ്ങനെ പഠിച്ചു വന്നിട്ടേ. ഇന്ന ഷാനിയക്ക, ഷാനിയക്ക യാ ആണ് പല ആളുകളും ഹിഫ്ളാക്കി വെച്ചേക്കണ ചെറുപ്പത്തിൽ മദ്രസയിൽ. ഷാനി യാ അല്ല, ഷാനി അ ഹംസയാണ്. ഇന്ന ഷാനി അക ഹുവൽ അബ്തർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل يا أيها الكافرون. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. കുൽ വേറെ, യാ വേറെയാണ്. ഇത് പലരും പറയുന്ന സമയത്ത് കുല്യാന്നാവും. കുല്യ ഏത് കല്യാണം എന്നൊക്കെ പറഞ്ഞ പോലെ കുല്യ. കുല്യല്ല, ലാമിന് ശബ്ദില്ല. കുൽ വേറെ, യാ വേറെയാണ്. കുൽ യാ. നേരെ മറിച്ച് കുല്യായുൽ കാഫിറും, കുല്യായുൽ കാഫിറും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് സാധാരണ വരുന്ന മിസ്റ്റേക്കുകളാണ്. കുൽ വേറെ, യാ വേറെയാണ്. കുൽ യാ അങ്ങനെ എടുക്കണം, അല്ലാണ്ട് കുല്യാ കുല്യാന്ന് ഓതിപ്പോകരുത്. അടുത്ത ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ഒരു കാര്യം പറയാം ഈ ആയത്തില്. ഈ അന എന്നുള്ളത് ശരിക്കും അവിടെ അലിഫുണ്ട്. എന്തുകൊണ്ട് നമ്മൾ നീട്ടില്ല? ഇത് ഈ പ്രിന്റ് ക്ലിയർ കുറവായതിന്റെ പേരിലാണ്. രണ്ട് തരം പൂജ്യങ്ങള് ഖുറാനിൽ കാണാൻ പറ്റും ഇങ്ങനെ ഓതിപ്പോണതിന്റെ ഇടയിൽ. ഈ അലിഫിന്റെ മുകളിൽ വരുന്ന ഒരു പൂജ്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതൊരു ഓവൽ ഷേപ്പിലാണ്. ഇങ്ങനെ ഫുള്ള് റൗണ്ട് അല്ല, മുകളിലോട്ടും അടിയിലേക്കും ഇത്തിരി നീണ്ടിട്ടുള്ള പൂജ്യം ആയിരിക്കുള്ളൂ. ഈ പൂജ്യം വരുന്ന അലിഫുകള് അത് കൂട്ടി ഓതുമ്പോൾ ഉച്ചരിക്കൂല, നിർത്തുമ്പോൾ ഉച്ചരിക്കും.
കൂട്ടി ഓതുമ്പോൾ ഉച്ചരിക്കൂല, നിർത്തുമ്പോൾ ഉച്ചരിക്കും. ഇനിയിപ്പോ ഒരാൾ ഇങ്ങനെ ഓതി വന്നെന്ന് വിചാരിക്കും, വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന എന്നുള്ളിടത്ത് നിർത്തണി അങ്ങനെ നിർത്തണം. വലാന എന്നുള്ളിടത്ത് ശ്വാസം പോയി. ശ്വാസം പോയാൽ ഇവിടെ നിർത്താലോ ഖുർആൻ ഓതുമ്പോൾ. ശ്വാസം പോയി, ഇവിടെ അങ്ങനെ നിർത്തും. വലാന എന്നുള്ളിടത്ത് വലാ അൻ നിർത്തോ, വലാ അന നിർത്തോ, അങ്ങനെ നിർത്തും. ഈ അലിഫ് പറയണം. നിർത്തുമ്പോൾ ഈ അലിഫുണ്ട്, കൂട്ടി ഓതുമ്പോഴേ ഇല്ലാത്തതുള്ളൂ. ഒരാളിങ്ങനെ ഓതി വരുന്ന സമയത്ത് ഇവിടെ ശ്വാസം പോയി നിർത്തുകയാണെങ്കിൽ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അനാ നീട്ടി നിർത്തണം. വതظنون بالله الظنون എന്ന് സൂറത്തുൽ അഹ്സാബിൽ ഒരു ഭാഗമുണ്ട്. അവിടേക്ക് ഈ അലിഫിന്റെ മുകളിൽ ഈ പറഞ്ഞ പൂജ്യം കാണാൻ സാധിക്കും. അവിടെ നമ്മൾ വുനൂൻ എന്നല്ല നിർത്തണത്, വുനൂന എന്നാണ് നീട്ടി നിർത്തണത്. ശരി, അടുത്തത് വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്. ലക്കും ദീനുക്കും വലിയ ദീൻ. പ്രത്യേകം ശ്രദ്ധിക്കൊരു കാര്യം, ഇവിടെ ഈ മീമിനെ പല ആളുകൾ ഓതുമ്പോൾ പോകും. എങ്ങനെയാണെന്നറിയോ? ലക്കും ദീനുക്കും വലിയ ദീൻ. ദീനുക്കും വ, ദീനുക്കും വായല്ല, ദീനുക്കും ചുണ്ട് കൂടാനൊരു സമയം അവിടെ കൊടുക്കണം. ദീനുക്കും പിന്നെയാണ് വാ പറയേണ്ടത്. ഇത് നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ പോകുമ്പോൾ ദീനുക്കും വലിയ ദീൻ. പ്രത്യേകിച്ച് ഉണർത്തട്ടെ, സൂറത്തുൽ ഫാത്തിഹയില് ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്നാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാലും 10 വരെ വിളിച്ചിട്ട് ഓദിപ്പിച്ചു ചോദിക്കോ. ഗൈരിൽ മഗ്ദൂബി അലൈഹിം വ, ഹിം വ, ഹീ കഴിഞ്ഞിട്ട് നേരെ ചുണ്ടൂർപ്പിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ മീമ് പോയില്ലേ. ഗൈരിൽ മഗ്ദൂബി അലൈഹിം ചുണ്ട് കൂടാനൊരു സമയം കൊടുക്കണം. മാത്രമല്ല മീമ് നേരത്തെ പറഞ്ഞതുപോലെ സുക്കൂൻ വന്നു കഴിഞ്ഞാൽ കുറച്ച് അധികം സമയം, ബാഇനേക്കാൾ കൂടുതൽ സമയം സുക്കൂന് കൊടുക്കേണ്ട ഹർഫാണ് മീമ്. ഗൈരിൽ മഗ്ദൂബി അലൈഹിം വ, ഹിം വ. ഒന്ന് ചുണ്ട് കൂടാനുള്ള ഒരു സാവകാശം അവിടെ കൊടുത്തിട്ടേ വാവ് പറയാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ ഈ വാവും ചുണ്ടിൽ നിന്ന് വരുന്ന ഹർഫായതിന്റെ പേരില് ഈ മീമ് ഒഴിവാക്കി വാവിലേക്ക് നേരെ പോകാൻ സാധ്യതയുണ്ട്, പോകുന്നവരുണ്ട്. ഗൈരിൽ, പ്രത്യേകിച്ച് ഫാത്തിഹയാണ്, ഫാത്തിഹയിൽ ഒരിക്കലും തെറ്റ് വരാൻ പാടില്ല. ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ അങ്ങനെയാണ് പറയേണ്ടത്. അതേപോലെ തന്നെ ഇവിടെ ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് ഓതരുത്, ദീനുക്കും വ. അടുത്ത സൂറത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഫത്ത് എന്ന് മാത്രം നിർത്തരുത്. ആ ഫത്ത് എന്ന് പറഞ്ഞാൽ ആ കാറ്റ് വിടുന്ന സമയത്ത് ആ ഹ് കൂടി വരണം, ഹ എന്നുള്ള ഹർഫും കൂടി വരണം. കൂടാതെ സാധാരണക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക, വൽ ഫതഹ് എന്ന് ഓതുന്നവരുണ്ട്. ഈ താഇന സുക്കൂനിനെ ഫതഹാക്കി ഓതുന്നവരുണ്ട്. ചെറുപ്പം മുതൽ പഠിച്ചു വന്ന മിസ്റ്റേക്ക് ആയിരിക്കും, അതും തിരുത്ത. വൽ ഫതഹ് അല്ല, ഫത്ഹ് എന്നാണ്. ഫത്ഹ്, ആ ഫത്ത് എന്ന് പറഞ്ഞ് വിടുന്ന സമയത്ത് തന്നെ ആ ഹ കൂടിയും വരണം. ഒന്നുകൂടി അതായത് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. ورأيت الناس يدخلون في دين الله أفواجا. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഫീ ദീനില്ലാഹി ആ ഹംസ ശരിക്കും പറയണം, അതല്ലെങ്കിൽ ആ ഹംസ യാ ആയി പോകും. ഫീ ദീനില്ലാഹി അഫ്വാജ, ഫീ ദീനില്ലാഹി യാ ആയത്. ആ ഹംസ എവിടെ വന്നോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഹംസ ഏത് സ്ഥലത്ത് വന്നാലും കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ലേ അത് വേറെ ഏതെങ്കിലും അക്ഷരമായിട്ട് മാറും, അതല്ലെങ്കിൽ അതിന്റെ മുന്നത്തെ അക്ഷരത്തിനായിട്ട് ചേർന്ന് പോകും. ശ്രദ്ധിക്കണം. فسبح بحمد ربك واستغفره إنه كان توابا. ഇവിടെ ഓതി പഠിക്കുന്നു എന്ന നിലക്ക് പറയട്ടെ, വസ്തഗ്ഫിർ എന്നുള്ളിടത്ത് നിർത്തണ്ട. അത് നിർത്തുകയാണെങ്കിൽ റാന രായക്ക് ഉച്ചരിക്കാൻ വേണം, അതിന്റെ ഒപ്പം ഹ് വരെയും വേണം.
അത് ചിലപ്പോൾ ഹ് വന്നില്ല എങ്കിൽ വലിയ മിസ്റ്റേക്കായി മാറും, അർത്ഥത്തിൽ ഒരു വ്യത്യാസം വരും. അതുകൊണ്ട് തുടക്കം എന്ന നിലക്ക് അത് കൂട്ടി ഓതി പഠിച്ചാൽ മതി. കൂട്ടി ഓതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ആ ഹൂ നീട്ടരുത്. നീട്ടാനില്ല. നീട്ടാനുണ്ടെങ്കിൽ അവിടെ ആ ഹൂ കഴിഞ്ഞിട്ട് ചെറിയൊരു വാവ് വന്നാനായിരുന്നു. നീട്ടരുത്. വസ്തഗ്ഫിർഹു ഇന്നഹു എന്ന് ഓതരുത്. വസ്തഗ്ഫിർഹു ഇന്നഹു, ഹു ഇന്നഹു, ഹൂ നീട്ടാൻ പാടില്ല. ശരി, അടുത്ത സൂറത്ത് സൂറത്തുൽ മസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ. ما أغنى عنه ماله وما كسب. ഇവിടെ നോക്കിയേ, അൻഹു എന്നുള്ള ഹൂ കഴിഞ്ഞിട്ട് വാവില്ല, മാലുഹു എന്നുള്ള ഹൂ കഴിഞ്ഞിട്ട് വാവുണ്ട്. അപ്പൊ അൻഹു എന്നുള്ളത് നീട്ടാൻ പാടില്ല. അൻഹു മാലുഹു. അതേപോലെയാണ് ഈ നേരത്തെ പറഞ്ഞത് വസ്തഗ്ഫിർഹു ഇന്നഹു. ശരി. സയസ്ലാ നാറൻ ذات لهب وامرأته حمالة الحطب. ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ കുല്യ എന്ന് പറഞ്ഞതുപോലെ വമ്ര, മ്ര മ്ര എന്ന് വരും ചിലര് ഓതുമ്പോൾ. ഏത് മലയാളത്തിൽ ഇപ്പൊ ഒരു സാധനം തിരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ, അതിന് പറയാ മാക്ക് മുന്നേ ഒരു സാധനം ഇട്ടിട്ടുണ്ടെങ്കിൽ മ്ര എന്ന് പറയില്ലേ, ക്ര എന്നൊക്കെ പറയണ പോലെ. അതേപോലെ മ്രായാവരുത്, മ്രായില്ല. ഈ മീമ് നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചധികം സുക്കൂൻ സമയം കൊടുക്കേണ്ട അക്ഷരമാണ്. വം വം എന്നിട്ടാണ് റോ പറയേണ്ടത്. വം റോ, വം റഅതുഹു. നേരെ മറിച്ച് വമ്ര മ്ര ഈ രൂപത്തിൽ ഓതരുത്. പ്രത്യേകിച്ച് ഇഫ്ള് പഠിച്ചവര് ശ്രദ്ധിക്കുക. വംറഅതുഹു ഹമ്മാലതൽ ഹതബ്. ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ്. ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ട്. സൂറത്തുൽ ഇഖ്ലാസിൽ എത്ര ആയത്തുണ്ട്? 4 ആയത്തുള്ളൂ, 5 ആയത്തില്ല. ചിലര് ലം യലിദ് ഒരായത്ത്, വലം യൂലദ് വേറെ ആയത്തായിട്ടാണ് മനസ്സിലാക്കി വെച്ചേക്കണത്. ഏത് ഈ സൂറത്തോ നമുക്ക് ഖുർആൻ എടുത്ത് നോക്കിയോതൂലല്ലോ, അതല്ല പ്രശ്നം. ഖത്മ ഓതുന്ന സമയത്തൊക്കെ നോക്കിയോതുള്ളൂ, അതും ചിലപ്പോൾ ഓതൂല. അവസാനത്തെ സൂറത്തിലൊക്കെ അറിയുക എന്നതിന്റെ പേരില് ചിലപ്പോൾ അത് കാണാണ്ടോതുള്ളൂ. ഈ ഖുൽഹുവല്ലാഹുവിന്റെ കാര്യം നോക്കിയോതോ ഖുർആൻ എടുത്ത് ഉണ്ടാവില്ല, വളരെ അപൂർവം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതെന്താണ് പ്രശ്നം? ഇങ്ങനത്തെ ചെറിയ സുഹൃത്തുക്കൾക്ക് ഉണ്ടാകുന്ന പ്രശ്നം. ചെറുപ്പം മുതൽ എന്ത് മദ്രസയിൽ നിന്ന് പഠിച്ചോ അത് ഇപ്പോഴും ഉണ്ടാവും തെറ്റ്, നോക്കിയോത്തതിന്റെ പേരില്. ശരിക്കും ചോദിച്ചു നോക്കിക്കോട്ടെ നിങ്ങള്, സൂറത്തുൽ ഇഖ്ലാസിൽ എത്ര ആയത്തുണ്ടെന്ന് ചോദിച്ചു നോക്കിയേ. 5 ആയത്തെന്ന് പറയും. ഖുൽഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ lahu കുഫുവൻ. ഇങ്ങനെ ഉള്ള ആളുകൾ സാധാരണക്കാര്. ലം യലിദ് വലം യൂലദ് ഒറ്റ ആയത്താണ്. ലം യലിദ് വേറെ, വലം യൂലദ് വേറെ അല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഫാഇന് ദമ്മാണ്. പലവരും കുഫ്വൻ കുഫ്വൻ എന്നാണ് ഓതണത്. ഫാഇന് സുക്കൂൻ ഇട്ടാണ് ഓതണത്. സുക്കൂനല്ല ദമ്മാണ്. കുഫുവൻ അഹദ്. ഒന്ന് ഇത്തിരി സ്ലോ ആക്കണം. 2 ദമ്മ അടുപ്പിച്ച് വരണോടത്തൊക്കെ സ്ലോ ആക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദമ്മ് സുക്കൂനായി പോകാൻ നല്ല സാധ്യത ഉണ്ട്. എവിടെയും ഖുർആൻ ഓതുമ്പോ എവിടെയും 2 ദമ്മ അടുപ്പിച്ച് വരണോടത്തൊക്കെ ഒന്ന് ഇത്തിരി സാവകാശം കാണിക്കണം. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഫലഖ് നിർത്തരുത്, ഫലഖ്. നാവ് മുകളിൽ തട്ടിച്ച് ഉടനെ എടുക്കണം. ഫലഖ്. മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് ومن شر النفاثات في العقد.
ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس. അടുത്തായത് മലിക്കിന്നാസ് അല്ലട്ടാ, മലിക്കിന്നാസ്. ഇതും നേരത്തെ പറഞ്ഞ പോലെ ചെറുപ്പത്തിലേ പഠിച്ച തെറ്റാണ്. മലിക്കിന്നാസ്, ഈ കാഫിന് ശബ്ദം കൊടുക്കും. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ്. മലിക്കിന്നാസ് അല്ല, കാഫിന് ശബ്ദില്ല. മലിക്കി, മലിക്കി, മലിക്കില്ല. മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. الذي يوسوس في صدور الناس من الجنة والناس. ബറക്കല്ലാഹു ഫീക്കും. സഹോദരങ്ങളെ, ഇത് ഒരു തുടക്കം മാത്രമാണ് ഇപ്പൊ ഈ സൂറത്തുകൾ. ഇതിൽ ഇനിയും ശ്രദ്ധിക്കേണ്ട ചില ഭാഗങ്ങൾ പറയേണ്ടതുണ്ട്. സമയത്തിന്റെ കുറവുകൊണ്ടാണ് നമ്മളത് പറയാഞ്ഞത്. അതുകൊണ്ട് ഇതിന്റെ ഒരു തുടർച്ച ജീവിതത്തിൽ ഉണ്ടാവണം. ഖുർആൻ നോക്കി തെറ്റില്ലാതെ തജ്വീദ് അനുസരിച്ച് ഓതാ എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു തൗഫീഖാണ്. അത് നേടിയെടുക്കണം. തജ്വീദ് അനുസരിച്ച് ഓതുമ്പോൾ കിട്ടുന്ന അതിലൊരു ആനന്ദമുണ്ട്. തജ്വീദ് അനുസരിച്ച് ഓതാൻ എന്നുള്ളത്. പ്രത്യേകിച്ച് ഒരു കാര്യം പറയട്ടെ, തജ്വീദ് അനുസരിച്ച് ഓതാൻ പഠിക്കുന്ന സമയത്ത് ട്യൂണിന് നിങ്ങൾ അധികം പ്രാധാന്യത കൊടുക്കരുത്. ട്യൂണല്ല നമുക്ക് കൂടുതൽ വേണ്ടത്, തജ്വീദ് അനുസരിച്ച് പഠിക്കാവുന്നതാണ്. ട്യൂണിനെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തജ്വീദിന്റെ നിയമങ്ങൾ പയ്യെ നമ്മൾ പലതും അവഗണിക്കേണ്ടി വരും. ചിലപ്പോൾ തുടക്കത്തില് തജ്വീദൊക്കെ ക്ലിയർ ആയതിനു ശേഷം ട്യൂണ് ഏതാണോ നിങ്ങൾക്ക് താല്പര്യമുള്ളത് അതനുസരിച്ച് നമുക്ക് ഓതാവുന്നതാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി.